ശ്വസനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, പൂർണ്ണമായും ഫോക്കസ്ഡ് the breathing. Now just internally chant the mantra silently. ഞാൻ ചെല്ലുന്ന മന്ത്രം ഉള്ളിൽ നിശബ്ദമായിട്ട് ചൊല്ലുക. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർസാക്ഷാത് പരബ്രഹ്മം. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. Please remember all the ascended masters. അസെൻഷനിലേക്ക് പോയിട്ടുള്ള സകല മാസ്റ്റർമാരെയും സമയം മനസ്സിൽ സ്മരിക്കുക. Withdraw all sense organs within. എല്ലാ ഇന്ദ്രിയങ്ങളെയും പൂർണ്ണമായും ഉള്ളിലേക്ക് വലിക്കുക, പിൻവലിക്കുക. ഇന്ന് യോഗയിൽ പ്രത്യാഹാരം ചെയ്യുക. പ്രത്യാഹാരം മീൻസ് വിത്ഡ്രോയിങ് ഓൾ സെൻസ് ഓർഗൻസ്. പുറത്തേക്ക് ഇന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മുടെ മോഹം പോകുന്നത്. ശബ്ദം ശ്രദ്ധിക്കാനും കാഴ്ച കാണാനും. സോ വിത്ഡ്രോ ഓൾ ഓർഗൻസ് ഇൻസൈഡ്. എല്ലാത്തിനെയും ഉള്ളിലേക്ക്, ഉള്ളിൽ ബോധത്തെ ഉറപ്പിച്ച് പൂർണ്ണമായും ഉള്ളിലായിരിക്കുക. പുറത്തുള്ള ശബ്ദങ്ങളിലേക്കോ കാഴ്ചകളിലേക്കോ പോകാതിരിക്കുക. Today we are going to discuss about how to manifest our dreams. എങ്ങനെയാണ് ഒരാളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നത്, എങ്ങനെയാണ് അതിനെ മാനിഫെസ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത് എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ നിർദ്ദേശിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഓൾ ഓഫ് യു ഹാവ് സം ഡ്രീംസ്. നമുക്കെല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള സ്വപ്നമുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടാനായിട്ട് സാധിക്കാതെ പോകും. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ചില മണ്ണിൽ ചിലത് വളരില്ല. നമുക്കറിയാം, കേരളത്തിലെ മണ്ണിൽ ആപ്പിൾ വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആപ്പിൾ പിടിക്കണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഒരു ക്ലൈമറ്റ്, അതിന് പറ്റിയ മണ്ണും സാഹചര്യങ്ങളും ഉള്ളിടത്ത് മാത്രമേ അത് വളരുകയുള്ളൂ. അതുപോലെ മുന്തിരി വളർത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ആന്തരിക ലോകത്ത് പച്ച പിടിപ്പിച്ചെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പുറത്തും ഗ്രോ ചെയ്യാത്തത്. We have to grow it first internally, and only we can bring it into our external circumstances. സോ ഒരു വിപ്ലവം ഉണ്ടാകുമ്പോൾ തന്നെ വിപ്ലവത്തിനെ കുറിച്ച് രണ്ട് കാര്യം പറയാറുണ്ട്. ഒന്ന് റിബല്യൻ, രണ്ട് റെവല്യൂഷൻ. റിബല്യൻ ഈസ് ആബ്സല്യൂട്ട്ലി ഇന്റേണൽ ആൻഡ് റെവല്യൂഷൻ ഈസ് എക്സ്റ്റേണൽ. പുറത്തൊരു വിപ്ലവം നടക്കണമെങ്കിൽ അതിന് മുമ്പ് ആന്തരികമായിട്ടൊരു വിപ്ലവം നടക്കണം. അതിനുള്ള റിബല്യൻ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ പുറത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന തരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ആന്തരിക ലോകത്ത് അത് ജനിക്കുകയും ആന്തരിക ലോകത്ത് അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ ആന്തരിക ലോകത്ത് അതിന് പറ്റിയ ക്ലൈമറ്റ്, സർക്കംസ്റ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മളുടെ സ്വപ്നങ്ങൾക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റും സർക്കംസ്റ്റൻസും ആയിരിക്കും നമ്മുടെ ഇന്റേണൽ വേൾഡിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് സ്വപ്നം ഒരു നിമിഷം ഒരു ചിന്തയായിട്ടുള്ളതാണ്. അതൊരു വിഷ്ഫുൾ തിങ്കിങ് മാത്രമായിട്ട് മാറി മാനിഫെസ്റ്റ് ചെയ്യപ്പെടാതെ പോകുന്നത്.
അപ്പോൾ അത് നമുക്ക് ആന്തരിക ലോകത്ത് തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് പറയാൻ പോകും. നമുക്കറിയാം, നമുക്ക് ഷഡാധാര ചക്രങ്ങളുണ്ട്. 7 chakras are there in our energy body, and the 5 sense organs are working related with the chakras. 5 ഇന്ദ്രിയങ്ങൾ നമ്മുടെ ചക്രാസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ മൂലാധാരത്തിൽ മണമായും, സ്വാധിഷ്ഠാന ചക്രത്തിൽ ടേസ്റ്റായും, മണിപ്പൂരകത്തിൽ വിഷൻ കാഴ്ചയായും, അനാഹതത്തിൽ ടച്ച് സ്പർശമായും, വിശുദ്ധിയിൽ കേൾവിയായും ഒക്കെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സെൻസ് ഓർഗൻസ്. അപ്പം നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തെ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഗന്ധം അറിയാൻ സാധിക്കും, അതിൻ്റെ രുചി നമുക്കറിയാൻ സാധിക്കും. അതിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു വീടാണെങ്കിൽ ഉദാഹരണം പറയാൻ, വ്യക്തമായിട്ട് ഒരു പുതിയ വീടിനൊരു സ്മെല്ലുണ്ട്. പെയിൻ്റൊക്കെ ചെയ്ത് ഒരു അവസാനം ചെയ്യുമ്പോൾ പലയിടത്തും പോയിട്ടുണ്ട്. പുതിയ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സ്മെല്ലുണ്ട്, അതിൻ്റെ അത് സ്പർശിക്കുമ്പോൾ അതിനൊരു ഫീലുണ്ട്, കാണുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ആഘോഷവും ഇതൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും, ശബ്ദങ്ങളൊക്കെ. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ 5 സെൻസ് ഓർഗൻസ് കൊണ്ട് നമ്മുടെ ഡ്രീംസിനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഉള്ളിൽ നമുക്ക് ആ ഫീല് വന്നു കഴിഞ്ഞാൽ മാത്രമേ പുറത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാനുള്ള അവസരം ഉണ്ടാകുന്നത്, മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആദ്യം ഉള്ളിൽ ഇന്റേണൽ വേൾഡിലാണ് അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇന്റേണൽ വേൾഡിൽ 5 സെൻസ് ഓർഗൻസ് കൊണ്ട് ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ പുറത്തത് സംഭവിക്കൂ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ ചക്രാസ് 7 ചക്രാസും ബാലൻസ് ആക്കി. 7 ചക്രാസ് ഇംബാലൻസ് ആകുമ്പോൾ ഏതെങ്കിലും ഒരു ഓർഗൻ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതെ പോകും. ഉദാഹരണം പറഞ്ഞാൽ റൂട്ട് ചക്ര ബാലൻസ്ഡ് അല്ലെങ്കിൽ നമുക്ക് സ്മെല്ല് കിട്ടിയില്ല. സ്വാധിഷ്ഠാനം ബാലൻസ്ഡ് അല്ലെങ്കിൽ നമുക്ക് ആ ടേസ്റ്റ് ഫീൽ ചെയ്തില്ല. സോളാർ ബാലൻസ്ഡ് അല്ലെങ്കിൽ വിഷൻ കറക്റ്റ് ആയിരിക്കും. കാണാൻ ശ്രമിച്ചാലും ഒബ്സ്ക്യൂർ ആയിട്ടുള്ള പിക്ചറായിരിക്കും, അവ്യക്തമായിട്ടുള്ള പിക്ചറായിരിക്കും. അനാഹതം കറക്റ്റ് അല്ലെങ്കിൽ സ്പർശം തൊട്ടറിയുന്ന പോലെ ആ സ്വപ്നത്തിൽ നമുക്ക് അറിയാൻ പറ്റാറുണ്ട്. വിശുദ്ധി ബാലൻസ്ഡ് അല്ലായെങ്കിൽ നമുക്കത് കേൾക്കാനായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് സ്വപ്നത്തെ. ആന്തരിക ലോകത്ത് അദൃശ്യമായ നമ്മുടെ ആന്തരിക ലോകത്തിൽ അങ്ങനെ ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചാൽ മാത്രമേ ഇത് പുറത്ത് മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതിലേതെങ്കിലും ഒരു ചക്ര ഇംബാലൻസ് ആകുമ്പോൾ ആ സ്വപ്നത്തിനെതിരായിട്ടുള്ള പ്രവൃത്തി നടന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മാനിഫെസ്റ്റേഷൻ നടക്കാതെ പോകും. യൂണിവേഴ്സിനെ സംബന്ധിച്ച് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ടൈമും സ്പേസും ആവശ്യമില്ല. കാരണം അത് ടൈമിനും സ്പേസും അതീതമായിട്ടാണ് സ്പീഡ് ഓഫ് ലൈറ്റിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകാശവേഗത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ കൃത്യമായിട്ട് ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്കതിനെ അനുഭവിക്കാൻ സാധിച്ചാൽ യൂണിവേഴ്സിന് പിന്നെ ടൈമിൻ്റെ ആവശ്യമില്ല. അത് കൃത്യമായിട്ട് ആ ഫീല് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും. പലപ്പോഴും ഒരു സ്വപ്നം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് നടക്കില്ല എന്നാണ് ആദ്യം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് നടക്കാൻ സാധിക്കില്ല എന്ന് അപ്പോൾ തന്നെ അവിടെ അത് ബ്ലോക്കായി പോകും. അതിന് വരെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് അത് നടക്കുമെന്നാണ്. കാരണം പ്രപഞ്ചത്തിനെ സംബന്ധിച്ച് ഇമ്പോസിബിൾ ആയിട്ട് ഒന്നുമില്ല. നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ സ്വപ്നം ഓൾറെഡി പ്രപഞ്ചത്തിലുണ്ട്. അതിന് അവിടെ ഉണ്ടായി വരേണ്ട ആവശ്യമില്ല. പ്രപഞ്ചത്തിൽ ഓൾറെഡി ഉണ്ട്. അത് നമ്മളിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ. കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ എനർജി അതുമായിട്ട് ടാലി ആകുന്ന തരത്തിൽ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ടാണ് ചക്രാസിന്റെ ബാലൻസിന് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. മാത്രമേ ഈ ആന്തരികതയിൽ നമുക്കതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ചക്രാ സിസ്റ്റത്തിലേക്ക് നമ്മുടെ ബോധത്തെ ഒന്ന് കൊണ്ടുവരും. നമ്മുടെ മെഡിറ്റേഷനിൽ നവീകരണം വേണ്ടി ആരംഭിക്കാം. സോ ആദ്യമായിട്ട് ബ്രീത്തിങ്ങിലേക്ക് തന്നെ ശ്രദ്ധ വയ്ക്കുക. പൂർണ്ണമായിട്ടും ഫോക്കസ് യുവർ ഹോൾ അറ്റൻഷൻ ഇൻ ദ ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ പ്രോസസ്. ശ്വാസോച്ഛ്വാസത്തിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഉള്ളിലേക്ക് വരുന്ന ശ്വാസം, പുറത്തേക്ക് എക്സൈൽ ചെയ്യുന്ന ശ്വാസം രണ്ടിനെയും നിരീക്ഷിക്കുക. പൂർണ്ണമായിട്ട് ഉള്ളിലായി.
മെല്ലെ പൂർണ്ണമായും ശ്രദ്ധയെ റൂട്ട് ചക്രയിലേക്ക് മൂലാധാര ചക്രത്തിലേക്ക് പോകുന്നു. മൂലാധാര ചക്രത്തിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ ഏനസിനും ജെനിറ്റൽ ഓർഗനും ഇടയിലുള്ള ഒരു ചെറിയ സ്പേസ് ആണ് മൂലാധാര ചക്രത്തിന്റെ ഇരിപ്പിടമായിട്ട് പറയും. ആ ഭാഗത്ത് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. Feel the area and sense the area. ചുവപ്പ് നിറത്തിൽ മൂലാധാര ചക്രത്തിൽ ഫീൽ ചെയ്യുക. സ്ലോലി എക്സ്പാൻഡിങ് ദ റെഡിഷ് ലൈറ്റ്. മെല്ലെ മെല്ലെ ആ ചുവപ്പ് നിറം, ചുവപ്പ് പ്രകാശം ചക്രയിൽ എക്സ്പാൻഡ് ചെയ്യുന്ന വികസിച്ച് വരുന്നത് ഫീൽ ചെയ്യും, അനുഭവിക്കുക. ഡീപ് ബ്ലൂ ലൈറ്റ്, ഡീപ് ബ്ലൂ ലൈറ്റ്, ഡീപ് ബ്ലൂ ലൈറ്റ്. Now internally chant the mantra of Root Chakra. മൂലാധാര ചക്രത്തിന്റെ മന്ത്രം എന്നോടൊപ്പം ശാന്തി ചെയ്യുക. ലം 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 The red light is spreading. ചുവപ്പ് നിറത്തിലുള്ള പ്രകാശം മൂലാധാര ചക്രം മുഴുവൻ വ്യാപിക്കുന്നത് അനുഭവിക്കുന്നു. ചുറ്റിലും അനുഭവപ്പെടുന്നു ആ സ്മെല്ല് സെൻസ് ചെയ്യാൻ ശ്രമിക്കുക. ചുവപ്പ് പ്രകാശത്തെ ധ്യാനിക്കുക, സ്മെല്ല് സെൻസ് ചെയ്യാൻ ശ്രമിക്കുക. There is a smell in the atmosphere. അന്തരീക്ഷത്തിന് ഒരു മണമുണ്ട്. അത് സെൻസ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുക. Now, slowly uplift your focus to Swadhisthana Chakra. മെല്ലെ സ്വാധിഷ്ഠാന ചക്രയിലേക്ക് ബോധത്തെ ഉയർത്തി ജസ്റ്റ് ബിലോ ദ ബെല്ലി ബട്ടൺ, ഒപ്പിടുന്ന തൊട്ട് താഴെ സ്വാധിഷ്ഠാന ചക്രത്തിൽ ഫീൽ ചെയ്യുക. ഊർജമണ്ഡലത്തെ അനുഭവിക്കുക. ഓറഞ്ച് നിറത്തിൽ spreading orange light. Orange light is spreading through the Swadhisthana. Feel the orange light and its vibrations. Orange light
the vibrations അനുഭവിക്കും. Just feel it and sense. ഇവയിലെ സ്വാധിഷ്ഠാന ചക്രത്തിന്റെ ബീജം ശാന്തി. വം 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 feel the orange light. The orange light spreading, expanding throughout Swadhisthana. സ്വാധിഷ്ഠാന ചക്രം വ്യാപിക്കുന്ന ഓറഞ്ച് നിറമുള്ള പ്രകാശം. ഓറഞ്ച് ലൈറ്റ് സ്പ്രെഡിങ്. Just feel it and sense it. Feel it. Sense it. സാവധാനം ഓർമ്മയിലേക്ക് ഏതെങ്കിലും ഒരു ടേസ്റ്റ് കൊണ്ടുവരുവാൻ ശ്രമിക്കുക. ഒരു ടേസ്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടേസ്റ്റ് നാവിലേക്ക്, മെമ്മറിയിലേക്ക് കൊണ്ടുവരും. Now slowly uplift the focus to your solar plexus chakra, മണിപ്പൂരിക ചക്രത്തിലേക്ക് ബോധത്തെ ഉയർന്ന just above the belly button, പൊക്കിളിന് മുകളിലാണ് മണിപ്പൂരിക ചക്രത്തിന്റെ സ്ഥാനത്ത് യെല്ലോ കളറിലായി യെല്ലോ ലൈറ്റ് spreading throughout solar. Yellow light. Now slowly chant the beach mantra. Ram
Yum. The yellow light is spreading മഞ്ഞ കളറുള്ള പ്രകാശം മണിക്കൂരചക്രമായി വ്യാപിക്കുന്നു അനുഭവിക്കുക. Just feel it and sense it. Feel it and sense it. മെല്ലെ മെമ്മറിയിലേക്ക് ഏതെങ്കിലും ഒരു വിഷയം, ഇഷ്ടപ്പെടുന്ന ഒരു വിഷയം കൊണ്ടുവരിക. ഒരു വ്യക്തമായ ഇമേജ് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. Now raise your focus to Anahata Chakra. Anahata Chakra ബോധത്തെ കൊണ്ടുവരിക. നെഞ്ചിന്റെ മധ്യഭാഗത്ത് ബോധം ഉറപ്പിക്കുക. പൂർണ്ണമായും അവിടെ മാത്രമായി അനാഹത ചക്രത്തിൽ പച്ച നിറം, ഗ്രീൻ ലൈറ്റ് spreading throughout the Anahata Chakra. Just feel the green light. Green light. Green. Now slowly chant the bija. Yam. Yam. Feel the expansion of green light throughout the region of your chest. നെഞ്ചിന്റെ ഭാഗം മുഴുവനായി
പച്ച നിറമുള്ള പ്രകാശം വ്യാപിക്കുന്നു, അനുഭവിക്കുന്നു. Just feel it and sense it. Feel it and sense it. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്പർശം, നിങ്ങൾ സ്പർശിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്തെങ്കിലും ഒന്ന്, ഒരു സ്പർശം സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് മെമ്മറിയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക. Now slowly uplift your focus. ബോധത്തെ പൂർണ്ണമായും ഉയർത്തി വിശുദ്ധി ചക്രായി ഉറപ്പിക്കുക. തൊണ്ടയുടെ ഭാഗത്ത് പൂർണ്ണമായും ബോധത്തെ ഉറപ്പിച്ചു നിൽക്കുന്നു. ഇവിടെ മാത്രമാക്കി feel the area, feel the light blue color there, light blue sky, നീലാകാശം പോലെ ഇളം നീല നിറത്തിലുള്ള ആ പ്രകാശത്തെ വിശുദ്ധി ചക്രായി അനുഭവിക്കുക. ലൈക്ക് എ ക്ലിയർ സ്കൈ, മേഘങ്ങളില്ലാത്ത നീലാകാശം പോലെ വിശുദ്ധി ചക്രത്തെ പൂർണ്ണമായും അനുഭവിക്കുക. The experience, the light blue color, the light blue light spreading throughout your Vishuddhi chakra. Just feel it and sense it. Now, slowly chant the mantra. Completely merge into the blue sky. നീലാകാശത്തിലേക്ക് പൂർണ്ണമായും ലയിച്ച് നീല ആകാശത്തിലേക്ക് പൂർണ്ണമായും ലയിച്ച് ചേരും. Be one with it. Be one with it.
മെല്ലെ നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ശബ്ദം, ഒരു മ്യൂസിക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശബ്ദം ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ആ ശബ്ദത്തെ നിങ്ങളുടെ ഉള്ളിൽ ശ്രമിക്കുക. Now raise your focus to the third eye chakra, തൃക്കണ്ണിലേക്ക്, ആജ്ഞാചക്രയിലേക്ക്, രണ്ട് പുരികങ്ങളുടെയും മധ്യത്തിലേക്ക് ബോധത്തെ ഉറപ്പിച്ചു പൂർണ്ണമായും ആ ഭാഗത്ത് ബോധത്തെ ഉടലെടുക്കുക. The eye of Shiva. Focus there completely and feel the deep blue light. കടും നീല നിറത്തിലുള്ള പ്രകാശത്തെ അനുഭവിക്കുക. Feel the expanding blue light at your third eye chakra. Feel the expanding deep blue light. Deep blue light. Deep blue light at your third eye chakra. Feel it and sense it. Feel it and sense it. Now slowly chant the mantra. Completely merge into the world of Shiva. പൂർണ്ണമായും ശിവലോകത്തേക്ക് പ്രവേശിക്കുക. Feel the expansion of the deep blue light. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. കടും നീല നിറത്തിൽ പ്രകാശത്തെ ആജ്ഞാകേന്ദ്രത്തിൽ അനുഭവിക്കുക. ദൈവിക പ്രകാശത്തിൽ ആജ്ഞാകേന്ദ്രത്തിൽ അനുഭവിക്കുക. The light of wisdom. Feel it at your feet. The enlightening light. Feel it at your heart. ബോധത്തെ പ്രകാശിപ്പിക്കും. നീലപ്രകാശത്തിലേക്ക് പൂർണ്ണമായും മാർജ് ചെയ്യുക. അതിലേക്ക് ലയിച്ചു ചെയ്യുക.
Now slowly uplift the focus to crown chakra, സഹസ്രാര കേന്ദ്രത്തിലേക്ക്, സഹസ്രാര പത്മത്തിലേക്ക്. ദൈവിക പ്രകാശത്തിൽ അത്യുന്നത ദൈവിക ബോധത്തെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയും 1000 ഇതളുകളുള്ള താമരയിലേക്ക്, to the 1000-petaled lotus, raise your consciousness. സഹസ്രാര പത്മത്തിലേക്ക് ബോധത്തെ ഉയർത്തുക. പൂർണ്ണമായും അവിടെ മാത്രമായിരിക്കും. ശിരസിന് മുകളിലായി 1000 ഇതളുകളുള്ള താമരയായി ഉന്നത ദൈവിക പ്രകാശം, ഉന്നത ദൈവിക ബോധത്തെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക. Feel the violet flame, violet light, the cosmic consciousness, cosmic energy, violet flame, violet light, violet light, descending നിങ്ങളിലേക്ക്, നിങ്ങളുടെ 1000 ഇതളുകളിലേക്ക്, ഓരോ ഇതളുകളിലേക്ക് വയലറ്റ് ഫ്ലെയിം ഇറങ്ങി വരുന്നത് അനുഭവിക്കുക. ജസ്റ്റ് ഫീൽ ഇറ്റ് ആൻഡ് സെൻസ് ഇറ്റ്. ഫീൽ ആൻഡ് സെൻസ് ഇറ്റ്. Feel the violet flame entering into each and every petals of your crown chakra. Violet flame, violet flame, violet flame, descending നിങ്ങളിലേക്ക് അവരോഹണം ചെയ്യും. വയലറ്റ് ജ്വാല ഓരോ താമര ഇതളുകളിലേക്ക് അവരോഹണം ചെയ്യുന്നു. violet flame അനുഭവിക്കുക. Just feel the feelings of the violet flame. Feel it clearly and sense it. പൂർണ്ണമായും അതിനെ അനുഭവിക്കുക. അതുമായി ഒന്നായി ചേരുക. പിന്നെ ദൈവിക ബോധം, to that highest divine wisdom, to that highest divine light, merge into it complete. Submit yourself completely. Surrender to it completely. പൂർണ്ണമായും അതിലേക്ക് കീഴ്പ്പെടുക, ഏൽപ്പിച്ചു കൊടുക്കുക, സമർപ്പിക്കുക. നിങ്ങളുടെ ക്രൗൺ ചക്രയിലേക്ക് കടന്നു വരട്ടെ. ക്രൗൺ ചക്രയിലേക്ക് നിറയട്ടെ. Be filled with the violet flame. Be filled with the violet flame. Be filled with the violet flame of divinity. Be filled. Be expanded into the cosmic consciousness. പ്രപഞ്ചബോധത്തിലേക്ക് വികസിക്കട്ടെ. ചുരുങ്ങിപ്പോയ ബോധം be expanded into the consciousness of the omniscient. അത്യുന്നത ദൈവിക ബോധത്തിലേക്ക്, സർവജ്ഞാനിയായ ദൈവിക ബോധത്തിലേക്ക് ചുരുങ്ങിപ്പോയ ബോധത്തിന് വികാസം ഉണ്ടാവട്ടെ. Let it be expanded into the divinity, the violet flame, violet flame, violet flame. Feel it and sense it. Feel it and sense it. Now silently and completely internally chant the mantra. And when you chant the mantra, merge with the violet light.
Merge into the violet light. Merge into the divine consciousness. Completely be one with the divinity. Unnata Devika Devi. Devika Prakash Logoman. Online feeling. Online feeling. Be there. Be there always. Stay there always. ശരീരം ഭൂമിയിലായിരിക്കുമ്പോൾ ബോധം പൂർണ്ണമായും പ്രാണൻ പൂർണ്ണമായും അത്യുന്നത ദൈവിക മന്ത്രത്തിൽ മർജ് ചെയ്തിരിക്കും. Even if our body is on this earth, our whole consciousness, our prana, be united with the divinity, divine life, completely merge, be one with it, be one with it. So be it, so mote it be, and so be it. ബീരിയിൽ തന്നെ ആയിരിക്കും പൂർണ്ണമായും ഒരു അനുഭവത്തിലാണ്. കണ്ണ് തുറക്കുമ്പോൾ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, എവിടെ നിന്നാണ് നയിക്കപ്പെടുന്നത്, ഓർമ്മയിലായിരിക്കും. From where we are guided, where we are connected, always remember. Even while we are on this earth, we are connected to our home, the highest consciousness, to the highest wisdom. Be there. Always be there. Always be one. Once again, say thanks to all the masters, all the ascended masters who are guiding this, നയിച്ചുകൊണ്ടിരിക്കുന്നു. അത്യുന്നത ദൈവബോധവുമായി ഒന്നുതേ എല്ലാ മാസ്റ്റേഴ്സിനെയും നന്ദി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഈ ശ്ലോകം മനസ്സിൽ ചൊല്ലുക. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരബ്രഹ്മം. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. Now, with an attitude of gratitude towards the divinity, you can slowly open your eyes. നന്ദിയുടെ കൃതജ്ഞതയുടെ മനോഭാവത്തോടുകൂടി മെല്ലെ കണ്ണുകൾ തുറന്നു.